എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള റീയൂസ് ഐഡിയ ആയിട്ടാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള അരിയുടെ ചാക്ക് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു തരി തുണി പോലും യൂസ് ചെയ്യാതെ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലൊരു റീയൂസ് ഐഡിയ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, യൂസ്ഫുൾ ആവും. അതിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമുക്കിവിടെ ഈ റൈസ് ബാഗിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ഒന്ന് നിവർത്തിയെടുക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇതുപോലത്തെ കുറച്ച് വലുതായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പഴയ ഫ്ലെക്സിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ചെയ്യാണ്. കാർഡ്ബോർഡിൻ്റെ പീസ് കുറച്ച് നീളത്തിലുള്ളത് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാർഡ്ബോർഡിൻ്റെ പീസിന് പകരം വേണമെങ്കിൽ ചാർട്ട് പേപ്പർ ഇല്ലേ, കുറച്ച് കട്ടിക്കുള്ളത്, അങ്ങനത്തെ ചാർട്ട് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ടി കൂട്ടിയിട്ട് എടുത്താലും മതി. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അരിച്ചാക്ക് എടുക്കാം. ഇതിൽ ഇങ്ങനെ നിവർത്തി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സൈഡ് കട്ടി കൂടുതലും ഒരു സൈഡ് വല്ലാതെ നൈസുമാണ്. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ആ ഒരു പേരൊക്കെ എഴുതിയിട്ടുള്ള സൈഡില്ലേ, ആ സൈഡാണ് കുറച്ച് കട്ടി കൂടിയത്. ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ വിലയൊക്കെ പ്രിൻ്റ് ചെയ്ത ഭാഗം നൈസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക, ഒരു പകുതി ഭാഗം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ആ ഒരു പകുതി ചാക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ എടുത്തത് അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ചാക്കിൻ്റെ വെള്ള ഭാഗമാണ് നമുക്ക് മുകളിലോട്ട് വരേണ്ടത്. അതായത് നമുക്ക് കാണേണ്ട ഭാഗം, ആ ഒരു പ്രിൻ്റുള്ള ഭാഗം ഉള്ളിലോട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. ഇപ്പോൾ ഈ ഫ്ലക്സിന് കുറച്ച് ബാക്കി നീളമുണ്ട്, അത് കുഴപ്പമില്ല, അത് നമുക്ക് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചാക്കിന് ഇത്ര ലെങ്ത്തേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു 10 കിലോൻ്റെ ചാക്കാണ് എടുത്തിട്ടുള്ളത്. വലിയ ചാക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ലെങ്ത്തിലൊക്കെ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല, ഇത്ര മതി. ഇനി കുറച്ചൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കാനായിട്ട് വേറൊരു ചാക്ക് എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പ്രിൻ്റുള്ള ബെല്ലുള്ള ഭാഗമല്ലേ, അതാണ് എടുക്കേണ്ടത്. ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് രണ്ടാക്കി മുറിക്കുക. എന്നിട്ടാണ് നമ്മൾ ചെറിയ പോക്കറ്റ് പോലെ ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പോക്കറ്റ് ഒട്ടിച്ചു കൊടുത്തു. ഇതിൻ്റെ അടിഭാഗത്ത് ഹോളല്ലേ, അപ്പോൾ അവിടെ ഗ്ലൂ ഗൺ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു 3 എണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്.
ഇപ്പോൾ ഞാൻ 3 പോക്കറ്റ് ഓൾറെഡി ഒട്ടിച്ചു. ഇത് 4ാമത്തെ, അതായത് ലാസ്റ്റ് പീസാണ്. ഇത് കുറച്ച് അടിയിലോട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓർഗനൈസർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കാർഡ്, അതുപോലെ നോട്ടീസുകൾ, അങ്ങനെ എന്തും നമുക്ക് ഇതിൽ വെക്കാം. കറണ്ട് ബില്ലോ ഒക്കെ നമുക്ക് ഇതിനുള്ള ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ചാവിയും ഇടാം. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ വേസ്റ്റായി കളയുന്ന ഈ റൈസ് ബാഗ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിനടുത്തുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.